ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കട്ട തൈര് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്. ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ ഈ കട്ട തൈര് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾക്ക് ഈ തൈര് കിട്ടുക. എന്നുകൂടെ അതിലും ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ തൈരിനുണ്ടാവുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നാടൻ പശുവിൻ്റെ പാലാണ് നല്ലത് കേട്ടോ. നമ്മൾ ഈ മറ്റ് പാലുകൾ ഇതിന് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നാടൻ പശുവിൻ്റെ പാലാണ് നല്ലത്. 1/2 ലിറ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഞാൻ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ളത്, ഞാൻ 2 ടീസ്പൂണ് കോൺഫ്ലവർ കുറച്ച് പാലിലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ കോൺഫ്ലവറൊക്കെ പാലിൽ ലയിച്ച് ഒന്ന് വെന്ത് കിട്ടും. കൈ വിടാതെ ഇളക്കി കൊണ്ട് കൊടുത്തിരിക്കാം, കാരണം ചിലപ്പോൾ അടുക്കി പിടിക്കും. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊന്ന് കുറുകി വരുന്നുണ്ട്, കണ്ടില്ലേ? നല്ലപോലെ കുറുകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ തൈര് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണതാണ് നല്ലത്. നല്ലപോലെ ഇളക്കി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ കപ്പാണ് കേട്ടോ. ഇതിലൊരു 3 ടേബിൾ സ്പൂണ് തൈരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയതിന് ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് കറി വയ്ക്കാനുള്ളതല്ല, ഞങ്ങൾക്ക് ഈ ചൂട് കാലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇതിങ്ങനെ തൈര് കുടിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കറി വയ്ക്കാനാണ് എങ്കിൽ ഇതിൽ പഞ്ചസാര ചേർക്കണ്ട. അതല്ല, ഇതുപോലെ കുടിക്കാനാണ് എങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്താൽ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. പഞ്ചസാര ചേർത്തുകൊണ്ട് ഞാൻ കുറച്ചധികം മിക്സ് ചെയ്യുകയാണ്, കാരണം ആ പഞ്ചസാരയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾക്കിത് പാത്രങ്ങളിലേക്ക് ആക്കി വയ്ക്കുക. അത് നിങ്ങൾ ഒരു പാത്രത്തിൽ തന്നെ അങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. ഞാനിത് ഗ്ലാസ്സുകളിലേക്ക് പകർത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് കഴിക്കുകയല്ലേ വേണ്ടു, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കിതൊരു 4 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കണം. കാരണം ഒരു ചെറിയ തൈരിൻ്റെ ആ ചെറിയൊരു പുളി വരണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴേ ആ ചെറിയ പുളി വരുള്ളൂ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ 4 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കുകയാണ്. അതിന് ശേഷം നമുക്കിത് നോക്കാം. ഒരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ അത് കവർ വെച്ചിട്ടോ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു 4 പാത്രത്തിൽ ആക്കി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഞാനൊരു 5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ നല്ല കട്ട തൈരായി കിട്ടിയിട്ടുണ്ട്. നോക്കൂ, കണ്ടില്ലേ തൈര്. നമ്മൾ ഇത്രയും കട്ട തൈര് നമുക്ക് കിട്ടാറില്ലല്ലോ കടയിൽ നിന്ന്. ഇനി ഞാനിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതെടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ നല്ല കട്ടിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ ഫ്രിഡ്ജിൽ. അപ്പോൾ നല്ലപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല കട്ട തൈരായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കറി വയ്ക്കാനുള്ള തൈരാണ് എങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഒരു 6-7 മണിക്കൂർ വെച്ചാൽ തന്നെ നല്ലൊരു തൈരായി കിട്ടും നമ്മൾക്ക്. നല്ല പുളിയൊക്കെ വരും. അതല്ല, നല്ല പുളി വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി.